നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, വളരെ വിശേഷപ്പെട്ട ഒരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. വ്യാഴം ഒരു രാശിയിൽ നിന്നും മറ്റു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ഒരു വർഷമെടുക്കും. അങ്ങനെ 12 രാശികളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് നാം ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. 12 വർഷക്കാലം ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷം നിൽക്കുമ്പോൾ പലപ്പോഴും വക്രിയായി പിറകോട്ട് സഞ്ചരിക്കാറുണ്ട്. ഇപ്പോൾ വ്യാഴത്തിൻ്റെ വക്രത കഴിഞ്ഞു. എന്നാൽ വളരെ വിശേഷപ്പെട്ട മറ്റൊരു യോഗം കൂടി വ്യാഴം നമുക്ക് കാഴ്ചവെക്കുകയാണ്. വ്യാഴമിതാ അതിചാരത്തിൽ വരികയാണ് കർക്കിടകൻ രാശിയിലേക്ക്. തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്ക് വ്യാഴം പ്രവേശിക്കുകയാണ്. ഇതിന് അതിചാരം എന്നാണ് പറയുക. ഒരു ഗ്രഹം വക്രിയായി വരുമ്പോഴും അതിചാരത്തിൽ വരുമ്പോഴും അത് പ്രവേശിക്കുന്ന രാശിക്ക് ഫലമുണ്ടാക്കുന്നു. പലപ്പോഴും പഴയ രാശിയുടെ ഫലം നിലനിർത്തുകയും ചെയ്യുമെന്നും ആചാര്യർ വിധി എഴുതുന്നു. വക്രേ വാപ്യഭിചാരേ വാക്യപ്രമേണ ഗതോ ഗുരുഹു ഫലം പൂർവഗൃഹേഷൂക്തം നീചേ വാരിഗൃഹേപി വാ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒരു ഗ്രഹം വക്രിയായി നിൽക്കുമ്പോഴും അതിചാരത്തിൽ നിൽക്കുമ്പോഴും പൂർവഗ്രഹം, ആ ഗ്രഹം ഏത് രാശിയിലാണ് നിൽക്കുന്നത് ആ രാശിയുടെ ഫലം തന്നെയാണ് തരിക. അതിന് പുറമേ ആ വ്യാഴം ഏത് രാശിയിലേക്കാണോ വരുന്നത് ആ രാശിയുടെ ഫലവും പ്രദാനം ചെയ്യും. അത് മേൽപ്പറഞ്ഞ ഗ്രഹം നീചത്തിലായാലും ശത്രുക്ഷേത്രത്തിലായാലും ഫലം നല്ലതായിരിക്കുമെന്ന് ഇവിടെ ആചാര്യൻ സാക്ഷ്യപ്പെടുത്തുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ വ്യാഴം ശത്രുക്ഷേത്രമായ മിഥുനത്തിലാണ് ഉള്ളത്. ആ വ്യാഴം ഇനി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വ്യാഴം കർക്കിടകത്തിൽ 49 ദിനങ്ങൾ അവിടെ നിൽക്കുന്നു. ഈ 49 ദിനങ്ങൾ വ്യാഴം അവിടെ നിൽക്കുമ്പോൾ ശോഭനമായ ഫലത്തെ പ്രദാനം ചെയ്യും മേടൻ രാശിക്കാർക്ക്, മിഥുനം രാശിക്കാർക്ക്, കന്നി രാശിക്കാർക്ക്, തുലാം രാശിക്കാർക്ക്, വൃശ്ചികം രാശിക്കാർക്ക്, മകരം രാശിക്കാർക്ക്, മീനം രാശിക്കാർക്കും. മേൽപ്പറഞ്ഞ രാശിക്കെല്ലാം തന്നെ ഈ വ്യാഴത്തിൻ്റെ ഈ മാറ്റം ഒരു നല്ല മാറ്റമാണ്. 49 ദിനങ്ങൾ വ്യാഴം അപ്രകാരം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിൽ നിൽക്കുന്നു. കർക്കിടകത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ചാന്ദ്രേ രത്നസുത സ്വദാരവിഭവ പ്രജ്ഞാസുഖൈരന്വിത. വളരെ നല്ലൊരു ഫലമാണ്. കർക്കിടകം 5 വ്യാഴൻ്റെ അത്യുച്ച പൊസിഷൻ. അപ്രകാരം മകരം 5 അതിനീച സ്ഥിതിയും. അപ്പം ചാന്ദ്രേ രത്നസുത, വിശിഷ്ടങ്ങളായ സന്താനങ്ങളെ ലഭിക്കും. സ്വദാരവിഭവ, എല്ലാ ഭാര്യ സുഖങ്ങളും സ്വത്തും വിഭവങ്ങളൊക്കെ അനുഭവിക്കുക. അല്ലെങ്കിൽ സുദാര വിഭവ, നല്ല ഭാര്യ, നല്ല വിഭവങ്ങൾ എന്നിവ അനുഭവിക്കുക എന്ന അർത്ഥത്തിലും പല സ്ഥലത്തും വ്യാഖ്യാനിച്ച് കാണുന്നു. പ്രജ്ഞാസുഖൈ, ബൗദ്ധിക തലത്തിൽ പൂർണ്ണത ലഭിക്കുക. ഈ സുഖങ്ങളെല്ലാം ലഭിക്കും. ബൗദ്ധിക സുഖം, ഫാമിലി സുഖം, നല്ല സന്താന സുഖം, ഇതൊക്കെ കൊണ്ട് ഭാഗ്യവാനാകും കർക്കിടകത്തിലെ വ്യാഴം എന്നാണ് ആചാര്യൻ പറയുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഈ വ്യാഴത്തിൻ്റെ ചരവശാലുള്ള മാറ്റം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യും, ഏതെല്ലാം രാശിക്കാർക്ക് എന്ന് ചിന്തിക്കാം. ഇവിടെ മേടം മുതൽ 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലമാണ് നാം നിരൂപണം ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ വ്യാഴം നിൽക്കുന്നത് അതിശക്തമായി 5-ാം ഭാവത്തിലാണ്. ഇവിടെ മീനൻ രാശിക്കാർക്ക് അവരുടെ രാശിയുടെ അധിപനാണ് വ്യാഴം. അപ്രകാരം അവരുടെ കർമ്മം തൊഴിലിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണ്. അതിനാൽ തൊഴിലുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ ഈ വ്യാഴം അതിശക്തമായി ഉച്ചത്തിൽ കർക്കിടകൻ രാശിയിലേക്ക് 5-ാം ഭാവത്തിൽ വരികയാണ്. വിലാസേ മതിർ ബുദ്ധികേ ദേവബുദ്ധ്യേ ഭവേ ജൽപക കൽപ്പകോ ലേഖകോ വാപി. വിലാസേ ബുദ്ധി, നല്ല ബുദ്ധിയുടെ വിലാസമുണ്ടാകുന്നു. ബുദ്ധിശക്തി പൂർണ്ണതയിലെത്തുന്നു. അതിനാൽ കുട്ടികൾക്ക് പഠിക്കാം, എഴുത്തുകാർക്ക്, രചനാത്മകമായ വിഷയത്തിലുള്ളവർക്ക്, സർഗസൃഷ്ടി ക്രിയേറ്റിവിറ്റി ഉള്ളവർക്ക്, ഇവർക്കൊക്കെ തന്നെ വ്യാഴം വളരെ നല്ലതാണ്. മക്കൾക്ക്
വിദേശത്തേക്ക് പോകാം, പഠിക്കാം, പഠന സംബന്ധമായ വിഷയത്തിൽ അവർക്ക് വേണ്ടുന്ന ബാങ്കിങ് സഹായങ്ങൾ ലഭിക്കുക. ഇപ്രകാരം ധാരാളം നന്മകൾ ഈ വ്യാഴം പ്രദാനം ചെയ്യും. അവരുടെ കർമ്മപതിയാണ്. വ്യക്തിപരമായും ഒരു വ്യക്തിക്ക് ഞാൻ പറഞ്ഞു വലിയ നന്മകൾ പ്രദാനം ചെയ്യപ്പെടും. ഭവേ ജൽപക കൽപ്പകോ ലേഖകോ താൻ ധാരാളം സംസാരിക്കും. സംസാരപ്രിയർക്ക് മാത്രമല്ല, തൻ്റെ മതം, തൻ്റെ ധർമ്മം, മതം പ്രചരിപ്പിക്കുന്നവർക്കൊക്കെ തന്നെ അതിലൂടെ ധനസമ്പാദനവും പേരും പ്രശസ്തിയും ഉണ്ടാക്കും ഈ വ്യാഴം. സുതേ വിദ്യമനെ വയോന്തേ വിഭൂതി. മീനൻ രാശിക്കാർക്ക് വ്യാഴം 5ാം ഭാവത്തിലേക്ക്, മകരൻ രാശിയിലേക്ക് നോക്കുന്നുണ്ട്. അതിനാൽ സന്താന വിഷയത്തിലേക്കൊക്കെ നല്ലതാണ്. സന്താനങ്ങളെ കൊണ്ട് അവസാനം മാത്രം സൗഭാഗ്യമുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഫലോപദ്രവ പാകകാലേ ഫലസ്യ. പലപ്പോഴും ഈ 5ൽ വ്യാഴം വരുമ്പോൾ, ഫലം പഴുത്ത് പാകമാകുമ്പോൾ അനുഭവക്കുറവ് വരും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നുണ്ട്. അതിനാൽ സന്താന വിഷയത്തിലായാലും തൻ്റെ വിഷയത്തിലായാലും വളരെയധികം ജാഗ്രത പാലിക്കുക. സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കാനില്ല. കാരണം വ്യാഴം പുത്രകാരകനാണ്. സന്താനങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന ഗ്രഹം വ്യാഴം, പുത്രകാരകനായ ഗ്രഹം സന്താനസ്ഥാനത്ത് 5ാം ഭാവത്തിൽ നിൽക്കുന്നത് സന്താനങ്ങൾക്ക് നന്നില്ല. അതിനാൽ ഈ സമയത്ത് 49 ദിവസക്കാലം മക്കളുടെ പേരിൽ 10 വയസ്സിന് 11 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ കർഗഹോമവും 12 വയസ്സ് മുതലുള്ള കുട്ടികളുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമമോ മീനൻ രാശിക്കാർ നടത്തണം. മറ്റെല്ലാ വിഷയത്തിലും വ്യാഴം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും മീനം രാശിക്കാർക്ക്. അത്ര ശക്തമായി 5ാം ഭാവത്തിൽ നിൽക്കുന്നു ആ വ്യാഴം. നിറഞ്ഞ ബുദ്ധിയും തെളിഞ്ഞ നിർമ്മലമായ മനസ്സും ഉണ്ടാകട്ടെ മീനൻ രാശിക്കാർക്ക്. ഓരോ കാര്യങ്ങളിലും അവർ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.